ഒരു കാലത്ത് ഫേമസ് ആയ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. പല ഇൻഫ്ലുവൻസറും ഇത് കുറെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനും ഈ ലിപ്സ്റ്റിക് വാങ്ങിയത്. നമ്മുടെ എൻവൈബെ 5-in-1 ലിപ്സ്റ്റിക് ആണിത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ജെന്യുവിൻ റിവ്യൂ ആണ് പറയുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയും. കാരണം ഞാൻ ഇത് നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം. നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഇത് വരുന്നത് ഷെയ്ഡൊക്കെ പറഞ്ഞാൽ ഷെയ്ഡ് 5 ഷെയ്ഡാണ് വരുന്നത്. ഒരു ഷെയ്ഡ് അത് 2 ഷെയ്ഡ് കൊള്ളാം. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് മുറിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് അടച്ചാൽ മതി, അതങ്ങ് മുറിഞ്ഞു പോകും. നിങ്ങൾ വിചാരിക്കും സോഫ്റ്റ്നെസ് ആണ്, പക്ഷെ അതല്ല സംഭവം. ഇത് നമ്മൾ അറിയാതെ പോലെ അടപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചാൽ ഇത് മൊത്തം പൊളിഞ്ഞു പോകും. അതുപോലെ ഒട്ടും തിക്നെസ്സും ഇല്ല, അതുപോലെ ലോങ് ലാസ്റ്റിങ്ങിന് ഒരു സാധനം ഇല്ല. ഇട്ട് അപ്പം തന്നെ പോകും. ഒന്ന് വെള്ളം കുടിക്കുന്ന താമസം, വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ തുടച്ച് കഴിഞ്ഞ് ഇത് പോകുന്നൊരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഭയങ്കര ഒരു വേഴ്സ് ലിപ്സ്റ്റിക് ആണ്. എൻവൈബയുടെ എല്ലാ പ്രോഡക്റ്റും ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. സ്ട്രോപ്പ് ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പ്രൈമറൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഈ ഒരു ലിപ്സ്റ്റിക്, ഇത് ഇൻഫ്ലുവൻസർ ഇത്രയും റിവ്യൂ ചെയ്ത കാര്യം എന്താന്ന് പോലും എനിക്കറിയില്ല. കാരണം ജെനുവിനായിട്ട് വേണം നമ്മൾ റിവ്യൂ ചെയ്യാൻ. കാരണം ഞാനും ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ലിപ്സ്റ്റിക് വാങ്ങിയത്. ഇത് ഞാൻ ഏകദേശം 300 രൂപ ഓഫർ കഴിഞ്ഞ് 300 രൂപ കൊടുത്താണ് ഞാൻ ഈ ലിപ്സ്റ്റിക് വാങ്ങിയത്. പക്ഷെ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇതിന്റെ കളർ ഷെയ്ഡ് കണ്ടില്ലേ? ഞാൻ വേറൊരു ഷെയ്ഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? തപ്പാടെ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. കണ്ടോ? ഇപ്പൊ ഉണങ്ങിക്കഴിഞ്ഞാലും തന്നെ ഇത് പെട്ടെന്ന് പോകുന്ന ലിപ്സ്റ്റിക്കാണ്. കാരണം പല ഇൻഫ്ലുവൻസറിനും നമുക്ക് അവരെ അവർ നിരന്തരം ചെയ്യുന്ന അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പം ഇതുപോലുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണ് അവരിങ്ങനെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നത്. അപ്പൊ അവരോട് കുറച്ചെങ്കിലും ജെന്യൂനായിട്ട് കാണിക്കുക. ഒന്നല്ല, കുറെ അധികം ഇൻഫ്ലുവൻസർ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പൊക്കി പിടിച്ചുകൊണ്ട് കുറെ വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് വാങ്ങിയത്. അതാണ് ഞാൻ ഇതിനെ ഇത്രയോടെ ഈ റിവ്യൂ ചെയ്ത് ഇതിന്റെ ജെനുവിനായിട്ട് കാണിക്കുന്നത്. എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. ഇപ്പൊ പോലെ ഈ ലിപ്സ്റ്റിക്കിന്റെ ജെനുവിനായിട്ടുള്ള റിവ്യൂ ഇടുന്നതിന് പകരം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല ഇൻഫ്ലുവൻസറും വീഡിയോ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്ന കേട്ട് നിങ്ങൾ പറഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ വാങ്ങുന്നത്. അപ്പൊ ഞങ്ങളോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. ഓക്കെ.